നമ്മുടെ ടോപ്പിക് എക്സാം ബുക്ക് 10 ക്വസ്റ്റ്യൻ സീരീസിലെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സിലെ സൗണ്ട് അല്ലെങ്കിൽ ശബ്ദം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയാണ്, ശബ്ദത്തിന്റെ പ്രതിധ്വനി കേൾക്കാൻ പ്രതിഫലിപ്പിക്കുന്ന പ്രതലവും ശബ്ദത്തിന്റെ ഉറവിടവും തമ്മിൽ കുറഞ്ഞത് എത്ര മീറ്റർ ദൂരം ഉണ്ടാകണം? ശബ്ദത്തിന്റെ പ്രതിധ്വനി കേൾക്കാൻ പ്രതിഫലിപ്പിക്കുന്ന പ്രതലവും ശബ്ദത്തിന്റെ ഉറവിടവും തമ്മിൽ എത്ര ദൂരം, കുറഞ്ഞത് എത്ര മീറ്റർ ദൂരം ഉണ്ടാകണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 14 മീറ്റർ, ഓപ്ഷൻ ബി 17 മീറ്റർ, ഓപ്ഷൻ സി 19 മീറ്റർ, ഓപ്ഷൻ ഡി 21 മീറ്റർ. ഓക്കെ, അപ്പം അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്താണ്? അതായത് ശബ്ദം സൗണ്ടിന്റെ സോഴ്സും അതേപോലെ ആ സൗണ്ട് തിരിച്ച് തട്ടി വരുന്ന അല്ലെ ആ ഒരു പ്രതലവും തമ്മിൽ എത്ര ദൂരം, കുറഞ്ഞത് അകലെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എക്കോ കേൾക്കാൻ കഴിയുക എന്നാണ് ചോദ്യം. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ശബ്ദത്തിന്റെ പ്രതിധ്വനി കേൾക്കണമെങ്കിൽ, അതായത് എക്കോ കേൾക്കണമെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന പ്രതലവും, അതായത് ആ സൗണ്ട് റിഫ്ലക്റ്റഡ് ആയിട്ട് വരണ്ടേ, അപ്പൊ പ്രതിഫലിപ്പിക്കുന്ന പ്രതലവും ശബ്ദത്തിന്റെ ഉറവിടവും, ശബ്ദത്തിന്റെ ഉറവിടം എന്ന് പറയുമ്പോൾ സോഴ്സ് അല്ലെ, ആ ശബ്ദം ഉണ്ടാകുന്ന ഉറവിടവും തമ്മിൽ എത്ര ദൂരം, കുറഞ്ഞ ദൂരം ഉണ്ടാകണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി 17 മീറ്റർ. ഓക്കെ, ഓപ്ഷൻ ബി 17 മീറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡോപ്ലർ പ്രഭാവം കാരണം തരംഗ ദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന വർധനവിനെ വിളിക്കുന്ന പേരെന്ത്? ഡോപ്ലർ എഫക്റ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഡോപ്ലർ പ്രഭാവം കാരണം തരംഗ ദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന വർധനവിനെ വിളിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ബ്ലൂ ഷിഫ്റ്റ്, ഓപ്ഷൻ ബി റെഡ് ഷിഫ്റ്റ്, ഓപ്ഷൻ സി ഗ്രീൻ ഷിഫ്റ്റ്, ഓപ്ഷൻ ഡി ബ്രൗൺ ഷിഫ്റ്റ്. എന്താണ് ഡോപ്ലർ എഫക്റ്റ് കാരണം തരംഗ ദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന വർധനവിനെ വിളിക്കുന്ന പേരെന്താ? ഓപ്ഷൻ ബി റെഡ് ഷിഫ്റ്റ്. ഓക്കെ, ഓപ്ഷൻ ബി റെഡ് ഷിഫ്റ്റ് ആണ് എന്ത്? തരംഗ ദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന വർധനവിനെ വിളിക്കുന്ന പേര്. ഏത് പ്രഭാവം കാരണം? ഡോപ്ലർ പ്രഭാവം അല്ലെങ്കിൽ ഡോപ്ലർ എഫക്റ്റ് കാരണം അല്ലെ? അപ്പൊ എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എന്ത്? നമ്മൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണെങ്കിൽ ട്രെയിനിന് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. എത്ര ദൂരമാണെങ്കിൽ അതിന്റെ ഇങ്ങനെ സൗണ്ട് കൂടി കൂടി വരും അല്ലെ? നമ്മൾ അടുത്ത ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് സൗണ്ട് കൂടും. ട്രെയിൻ നമ്മളെ വിട്ട് പോവുകയാണെങ്കിൽ, അതായത് സോഴ്സിന്റെ സൗണ്ടിന്റെ സോഴ്സ് നമ്മളെ വിട്ട് പോകുമ്പോൾ അതിലും എന്തുണ്ടാകും? ചേഞ്ച് ഉണ്ടാകും അല്ലെ? സൗണ്ടിൽ വേരിയേഷൻ ഉണ്ടാകും. ഈ ഒരു വേരിയേഷനാണ് ഇത് തരംഗ ദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന കുറവും കൂടുതലൊക്കെ കാണിക്കുന്നത്. അപ്പൊ തരംഗ ദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന വർധനവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി റെഡ് ഷിഫ്റ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ അത് മാർക്ക് ചെയ്യുക. തെറ്റായ പ്രസ്താവന ഏത്? 3 പ്രസ്താവനകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന വായിക്കാം. ശബ്ദത്തിന് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാത്ത മാധ്യമം ഖരം. രണ്ടാമത്തെ പ്രസ്താവന, ശബ്ദത്തിന്റെ വേഗത എല്ലാ മാധ്യമത്തിലും തുല്യമാണ്. 3, ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടിയ മാധ്യമം വാതകമാണ്. ഓക്കെ, 3 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 മാത്രം തെറ്റ്, ഓപ്ഷൻ ബി 1ഉം 2ഉം തെറ്റ്, ഓപ്ഷൻ സി 1ഉം 3ഉം തെറ്റ്, ഓപ്ഷൻ ഡി എല്ലാം തെറ്റ്. ഓക്കെ, ഏതാണ് ആൻസർ ആയിട്ട് വരിക? ശബ്ദത്തിന് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാത്ത മാധ്യമം ഖരമാണ്. ആണോ? അല്ല, ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മാധ്യമമാണ് ഇത് ഖരം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പ്രസ്താവനയിൽ കൊടുത്തിട്ടുള്ളത് ശബ്ദത്തിന് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാത്ത മാധ്യമം ഖരം. അപ്പൊ ആ ഒരു പ്രസ്താവന തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തെറ്റാണെങ്കിൽ തെറ്റെന്ന് മാർക്ക് ചെയ്യാം, ശരിയാണെങ്കിൽ ശരിയെന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത്, ശബ്ദത്തിന്റെ വേഗത എല്ലാ മാധ്യമത്തിലും തുല്യമാണ്. ആണോ? അല്ല, ശബ്ദത്തിന്റെ വേഗത എല്ലാ മാധ്യമത്തിലും തുല്യമല്ല. ആദ്യം ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെയാണ് വരുന്നത് അല്ലെ? ഏറ്റവും കൂടുതൽ വേഗത ഇതിലുള്ളത് ഖരത്തിനാണ്. ശൂന്യതയിലും തീരെ എന്തെല്ലാം ശബ്ദം സഞ്ചരിക്കാൻ പോകില്ല. അപ്പൊ എന്താണ്? ശബ്ദത്തിന്റെ വേഗത എല്ലാ മാധ്യമത്തിലും തുല്യമാണ് എന്നുള്ള പ്രസ്താവന തെറ്റല്ലേ? നമുക്ക് തെറ്റെന്ന് മാർക്ക് ചെയ്യാം. ഇനി അടുത്തത് 3, ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടിയ മാധ്യമം വാതകമാണ്. ഓക്കെ, ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടിയ മാധ്യമം വാതകമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആണോ? അല്ല, അതും തെറ്റാണ് അല്ലെ? ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? വാതകം ആണ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ 3 പ്രസ്താവനകളും തെറ്റാണ് അല്ലെ? നമ്മൾ ഈ പ്രസ്താവന വായിച്ചു നോക്കി അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 3 പ്രസ്താവനകളും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും വരിക? നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഡി എല്ലാം തെറ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ജലോപരിതലത്തിലുള്ള ഒരു കപ്പലിൽ നിന്നുള്ള ശബ്ദ സിഗ്നൽ ജലത്തിനടിയിൽ നിന്നുള്ള പാറയിൽ തട്ടി 4 സെക്കൻഡിന് ശേഷം കപ്പലിലേക്ക് തിരിച്ചെത്തുന്നു എങ്കിൽ ഉപരിതലത്തിൽ നിന്ന് പാറയിലേക്കുള്ള അകലം കണക്കാക്കുക. കടൽ ജലത്തിൽ ശബ്ദവേഗം 1500 മീറ്റർ പെർ സെക്കൻഡ് ആയി പരിഗണിച്ചിരിക്കുന്നു. എന്താ ചോദിച്ചിട്ടുള്ളത്? അതായത് ജലോപരിതലത്തിൽ ഒരു കപ്പലുണ്ട്. ആ കപ്പലിൽ നിന്നും
ഒരു ശബ്ദ സിഗ്നൽ എന്ത് ചെയ്തിട്ടുണ്ട്, സൗണ്ട് സിഗ്നല് താഴോട്ട് ജലത്തിനടിയിലോട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ജലത്തിനടിയിലുള്ള ഒരു പാറയിൽ തട്ടി 4 സെക്കൻഡിന് ശേഷം തിരിച്ച് വീണ്ടും കപ്പലിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഓക്കെ, എങ്കിൽ ഉപരിതലത്തിൽ നിന്ന് പാറയിലേക്കുള്ള അകലം കണക്കാക്കുക. അതായത് ആ വാട്ടർ സർഫസിലെ, അതായത് ജലോപരിതലത്തിൽ നിന്നും ആ പാറയിലേക്കുള്ള അകലം എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കാണാൻ പറ്റുക? സിമ്പിൾ ആണ് അല്ലെ. അതായത് ജലോപരിതലത്തിലുള്ള ഒരു കപ്പലിൽ നിന്നുള്ള ശബ്ദ സിഗ്നൽ നമുക്ക് എന്തൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. സമയം കൊടുത്തിട്ടുണ്ട് അല്ലെ, 4 സെക്കൻഡിന് ശേഷമാണ് ഇവിടെ എന്ത് ചെയ്തത്, ആ സൗണ്ട് കപ്പലിൽ നിന്നും പോയി തിരിച്ച് പാറയിൽ തട്ടി തിരിച്ചെത്തിയത് 4 സെക്കൻഡിന് ശേഷമാണ്. അതായത് അവിടുന്ന് അങ്ങോട്ട് പോയി അതായത് ജലോപരിതലത്തിൽ നിന്നും പാറയിലേക്ക് സഞ്ചരിച്ചു, വീണ്ടും പാറയിൽ നിന്നും ജലോപരിതലത്തിലേക്ക് തിരിച്ചു പുറപ്പെട്ടു അല്ലെ. അപ്പൊ അവിടെ 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, അത് സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് അതിന്റെ ദൂരം എന്ന് പറയുമ്പോൾ അത് ഒരു തവണ സഞ്ചരിച്ച ദൂരം കണ്ടാൽ മതി. ആ ശബ്ദ സിഗ്നൽ ഒരു തവണ സഞ്ചരിച്ച ദൂരം കണ്ടാൽ മതി. കാരണം ഇവിടെ 4 സെക്കൻഡിന് ശേഷം എന്ന് പറയുമ്പോൾ അത് പാറയിൽ തട്ടി തിരിച്ച് അവിടെ എത്തിയിട്ടാണ് നമ്മൾ 4 സെക്കൻഡ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ 2 തവണ സഞ്ചരിച്ചതിന്റെ പകുതി കണ്ടാൽ നമ്മുടെ ഉത്തരം കിട്ടും. അതായത് ജലോപരിതലത്തിൽ നിന്നും പാറയിലേക്കുള്ള അകലം കിട്ടും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആദ്യം തന്നത് ഇവിടെ കൊടുക്കാം. ടൈം 4 സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തത് എന്താ, കടൽജലത്തിൽ ശബ്ദവേഗം അതായത് വി അല്ലെ, വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് അല്ലെ 1500 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. നമ്മൾ ചോദിച്ച ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്തും പറയാം. അപ്പൊ S is equal to velocity into time അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അങ്ങനെ പറയാം. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ വേറൊരു ഇഷ്യൂ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സ്പീഡ് 1500 മീറ്റർ പെർ സെക്കൻഡിലാണ് എന്നാണ്. പക്ഷേ ഇവിടെ ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ 6 കിലോമീറ്റർ, ഓപ്ഷൻ ബി 2 കിലോമീറ്റർ, ഓപ്ഷൻ സി 1 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 3 കിലോമീറ്റർ. ഈ ഓപ്ഷൻസിൽ അല്ലെങ്കിൽ ആൻസർ കൊടുത്തിട്ടുള്ളത് കിലോമീറ്ററിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ 2 യൂണിറ്റിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിനെ നമ്മൾ എന്ത് ചെയ്യണം, കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ ഉത്തരം കണ്ടെത്തിയതിന് ശേഷം മീറ്ററിലുള്ളതിനെ കിലോമീറ്ററിലോട്ട് മാറ്റണം. കാരണം ആൻസർ കിടക്കുന്നത് കിലോമീറ്റർ യൂണിറ്റിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആൻസറിനെ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം സ്പീഡ് എത്ര പറഞ്ഞിട്ടുണ്ട്, 1500, ടൈം എത്ര പറഞ്ഞിട്ടുണ്ട്, 4. അപ്പൊ എത്ര ആൻസർ വരിക, എത്രയാണ് വരിക, 5 20 6000 അല്ലെ. 6000 എന്താണ്, മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. 6000 മീറ്റർ ആണ്. 6000 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ ആയിരിക്കും, 6 കിലോമീറ്റർ ആയിരിക്കും അല്ലെ. കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 6 കിലോമീറ്റർ എന്ന് കിട്ടും. പക്ഷേ ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ ഓപ്ഷൻ ഈ 6 കിലോമീറ്റർ എന്ന് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഉത്തരം കിട്ടിയ ആവേശത്തിൽ പോയി 6 കിലോമീറ്റർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ബബിളയും ചെയ്യും അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതല്ല ഉത്തരം വരുന്നത്. അപ്പൊ നെഗറ്റീവ് അടിച്ചു പോകരുത്, നല്ലോണം ശ്രദ്ധിക്കുക. 6 കിലോമീറ്റർ എന്ന് പറയുന്ന ഈ ദൂരം ജലോപരിതലത്തിൽ നിന്നും സൗണ്ട് സിഗ്നൽ പാറയിൽ തട്ടി തിരിച്ച് ജലോപരിതലത്തിലേക്ക് എത്തിയ ദൂരമാണ്. അപ്പൊ നമ്മൾ 2 തവണ ഇവിടെ ദൂരം കൂട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മളോട് ചോദിച്ച ദൂരം എത്രയാണ്, ജലോപരിതലത്തിൽ നിന്നും പാറയിലേക്കുള്ള ദൂരമേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ 6 കിലോമീറ്റർ എന്ന് പറയുന്നത് 4 സെക്കൻഡ് കൊണ്ട് ആ ശബ്ദ സിഗ്നൽ സഞ്ചരിച്ച ദൂരമാണ്. കാരണം നമ്മൾ ടൈം 4 സെക്കൻഡ് ആണ് അവിടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തത്. 4 സെക്കൻഡ് കൊണ്ട് ആ ശബ്ദ സിഗ്നൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുമ്പോൾ ജലോപരിതലത്തിൽ നിന്നും പാറയിലേക്ക് പോയി അവിടെ നിന്ന് തട്ടി തിരിച്ച് ജലോപരിതലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് വേണ്ട. നമുക്ക് എന്ത് മതി, ഒരൊറ്റ ദൂരം മതി. അതായത് ജലോപരിതലത്തിൽ നിന്നും പാറയിലേക്ക് പോയുള്ള ആ ശബ്ദ സിഗ്നലിന്റെ ദൂരം മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിപ്പോ പകുതിയായിട്ട് കണ്ടാൽ മതി. ഓക്കെ, 6 കിലോമീറ്റർ എന്നുള്ളത് നമുക്ക് വേണ്ട. അതിന് ഹാഫ് ആക്കി 3 കിലോമീറ്റർ എന്നായിരിക്കും നമ്മുടെ ആൻസർ. കാരണം എന്താ, നമുക്ക് ജലോപരിതലത്തിൽ നിന്നും പാറയിലേക്കുള്ള അകലം മതി. തിരിച്ച് അവിടുന്ന് ജലോപരിതലത്തിലേക്ക് എത്തിയ അകലം നമുക്ക് വേണ്ട. അപ്പൊ അതിന്റെ പകുതി കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി 3 കിലോമീറ്റർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ ആൻസർ കാണുമ്പോട്ട് കുത്തരുത്. നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. വായിച്ചിട്ട് യൂണിറ്റ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ടൊക്കെ ശരിയാക്കാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു കഠിനവെടി പൊട്ടുന്നതിന്റെ പ്രതിധ്വനി 1 സെക്കൻഡിനു ശേഷം അത് പൊട്ടിച്ച ആൾ കേൾക്കുന്നു. വായുവിൽ ശബ്ദത്തിന്റെ വേഗം 340 മീറ്റർ പെർ സെക്കൻഡ് ആയി പരിഗണിച്ചാൽ പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്നും പ്രതിപതന തലം എത്ര അകലത്തിലായിരിക്കും? ഓപ്ഷൻ എ 180 മീറ്റർ, ഓപ്ഷൻ ബി 120 മീറ്റർ, ഓപ്ഷൻ സി 170 മീറ്റർ, ഓപ്ഷൻ ഡി 340 മീറ്റർ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഒരു കഠിനവെടി പൊട്ടുന്നതിന്റെ പ്രതിധ്വനി 1 സെക്കൻഡിനു ശേഷം അത് പൊട്ടിച്ച ആള് കേൾക്കുന്നു. വായുവിൽ ശബ്ദത്തിന്റെ വേഗം 340 മീറ്റർ പെർ സെക്കൻഡ് ആയി പരിഗണിച്ചാൽ പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്ന് പ്രതിപതന തലം എത്ര അകലത്തിലായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഒന്നുമില്ല, നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ യൂണിറ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ആണ് ടൈം കൊടുത്തിട്ടുള്ളത്, മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കൊടുത്തിട്ടുള്ളത്. ഡിസ്റ്റൻസ് ചോദിച്ചത് ഓപ്ഷനിൽ തന്നെയാണ്, മീറ്ററിലാണ്. അപ്പം ഞാൻ യൂണിറ്റ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരെ എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് പോകാം. ടൈം എത്ര കൊടുത്തിട്ടുള്ളത്, 1 സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ സ്പീഡ് എത്ര കൊടുത്തിട്ടുണ്ട്, 340 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 340 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ചോദിച്ചത് എന്താ, ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നാണ് പറയാം അല്ലേ. അപ്പോൾ സ്പീഡ് എത്രയാണ്, 140, സെക്കൻഡ് ടൈം എത്രയാണ്, 1 സെക്കൻഡ്. അപ്പോൾ നമ്മൾ 140 ഇൻറ്റു 1 എത്രയാണ്, 140 മീറ്റർ. ഓക്കെ, ഡിസ്റ്റൻസ് അല്ലേ, ഇപ്പോൾ മീറ്ററിലാണ് വരിക. ഓക്കെ, ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, ഡി 340 മീറ്റർ എന്ന് കാണുമ്പോൾ ഓപ്ഷനിൽ 340 മീറ്റർ ഉണ്ടാവും. നമ്മൾ പോയി കുത്തരുത്. എന്താ ചെയ്യേണ്ടത്, 340 എന്ന് പറയുമ്പോൾ ആ സൗണ്ട് 2 തവണ സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് ആ പൊട്ടി ആ എക്കോയിൽ തട്ടി തിരിച്ച് അല്ലേ, ആ സൗണ്ടിന്റെ സോഴ്സിൽ നിന്നും അത് പോയി അവിടെ ഏതെങ്കിലും പ്രതലത്തിൽ തട്ടി തിരിച്ച് അയാളുടെ ചെവിയിൽ എത്തുന്നത് വരെ ആ സൗണ്ട് സഞ്ചരിച്ച ദൂരമാണ് 340. പക്ഷെ നമ്മളോട് അതല്ല ചോദിച്ചത്, അയാളും ആ എക്കോ അടിക്കുന്ന പ്രതലവും തമ്മിലുള്ള ദൂരമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 2 തവണ എന്ത് ചെയ്തു, തിരിച്ചു വന്നതൊന്നും നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സ്ട്രൈറ്റ് ഡിസ്റ്റൻസ് മാത്രം കണ്ടാൽ മതി. അപ്പൊ എത്ര വരിക, അതിന്റെ പകുതി കണ്ടാൽ മതി. അപ്പൊ 340 ഡിവൈഡഡ് ബൈ 2 കണ്ടാൽ മതി. അപ്പൊ എത്ര വരും, 170 മീറ്റർ. ഓക്കെ, 170 മീറ്റർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി ശബ്ദം നന്നായി പ്രതിപദിക്കുന്നു. 2, ആവർത്തന പ്രതിപദനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. 3, നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിൽ മനുഷ്യരുടെ ചെവിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 3, ഓപ്ഷൻ സി 2, 3, ഓപ്ഷൻ ഡി 1, 2. ഏതാണ് ആൻസർ ആയിട്ട് വരിക? പ്രസ്താവന ശരിയായതാണ് ചോദിച്ചത്. മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി ശബ്ദം നന്നായി പ്രതിഫലിക്കുന്നു, ശരിയാണ്. ആവർത്തന പ്രതിപദനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം, അതും ശരിയാണ്. അനുരണനം എന്താണ്, അതായത് നമ്മുടെ സൗണ്ട് ആവർത്തിച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് എക്കോ അടിച്ചടിച്ചുണ്ടാകുന്ന ലാസ്റ്റ് ഒരു മുഴക്കം മാത്രം കേൾക്കുള്ളൂ. അതിന്റെ ആ ശബ്ദത്തിന്റെ സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് ലാസ്റ്റ് കേൾക്കുന്നത് എക്കോ അടിച്ചടിച്ച് ലാസ്റ്റ് നമ്മളെ ചെവിയിലെത്തുന്ന ഒരു മുഴക്കം മാത്രമായിരിക്കും. അതിനാണ് അനുരണനം എന്ന് പറയുക. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിൽ മനുഷ്യരുടെ ചെവിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എന്താണ് ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞാല്, അതായത് നായ്ക്കളെ വിളിക്കാൻ അല്ലെങ്കിൽ നായ്ക്കളെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വിസിലാണ് ഗാൾട്ടൺ വിസിൽ. ഓക്കെ, അതിലെ ശബ്ദം എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ, നമ്മൾ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയില്ല. കാരണം അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 30,000 ഹെർട്സ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ ഫ്രീക്വൻസി ശ്രവണ പരിധി എത്രയാണ്, 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ്. ഓക്കെ, 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ ഒരിക്കലും അതിന് മുകളിലേക്കുള്ള സൗണ്ടോ അല്ലെങ്കിൽ 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ടോ നമുക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു ഗാൾട്ടൺ വിസിൽ എന്ന് പറയുമ്പോൾ അതിന്റെ സൗണ്ട് ഒരിക്കലും നമുക്ക് കേൾക്കില്ല, അത് നമുക്ക് ഒരിക്കലും അസ്വസ്ഥത ഉണ്ടാക്കുകയില്ല. അപ്പൊ ആ ഒരു പ്രസ്താവന എന്താണ്, തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇതില് ആകെയുള്ള ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ 1ഉം 2ഉം മാത്രമാണ്. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കിയാൽ ഓപ്ഷൻ ഡി 1, 2 ഈ ഒരു ആൻസർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായത് തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായും 3 തരത്തിലുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കുന്നു. 3, തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. എന്താണ് ഇവിടെ ശരിയായ പ്രസ്താവന? യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായും 3 തരത്തിലുണ്ട്. ഉണ്ടോ? അല്ല, യാന്ത്രിക തരംഗങ്ങൾ 2 തരം. ഏതൊക്കെയാണ്? ദൈർഘ്യ തരംഗം, അനുപ്രസ്ഥ തരംഗം. ഇനി 2, തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കുന്നു. ശരിയാണ് അല്ലെ? തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീക്ക് അക്ഷരമാണ് ലാംഡ അല്ലെ? ഈ ഒരു അക്ഷരമാണ് നമ്മൾ എന്ത് ചെയ്യുക, തരംഗ ദൈർഘ്യത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ഇതും ശരി, 2ഉം ശരി, 3ഉം ശരി. 2-3 പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി 2, 3. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എത്ര ഡെസിബലിൽ കൂടിയ ശബ്ദമാണ് ചെവിക്ക് വേദന ഉണ്ടാക്കുന്നത്? എത്ര ഡെസിബലിൽ കൂടിയ ശബ്ദമാണ് ചെവിക്ക് വേദന ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ എ 80-ൽ കൂടുതൽ, ഓപ്ഷൻ ബി 90-ൽ കൂടുതൽ, ഓപ്ഷൻ സി 100-ൽ കൂടുതൽ, ഓപ്ഷൻ ഡി 120-ൽ കൂടുതൽ. എത്ര ഡെസിബലിൽ കൂടിയ ശബ്ദമാണ് ചെവിക്ക് വേദന ഉണ്ടാക്കുക? ഓപ്ഷൻ ഡി 120-ൽ കൂടുതൽ. ഓക്കെ, ഓപ്ഷൻ ഡി 120-ൽ കൂടുതലുള്ള സൗണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, വേദന ഉണ്ടാക്കുന്ന ശബ്ദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശബ്ദപരിധി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ചിലർക്ക് നമ്മൾ കൺഫ്യൂഷൻ വരാം. ഓപ്ഷൻ എ 80-ൽ കൂടുതൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എത്ര ഡെസിബലിൽ ഉള്ള ശബ്ദമാണ് ചെവിക്ക് തകരാറ്
വേഗതയായ ശബ്ദം എത്ര ഡെസിബൽ ആണ് എന്ന് ചോദിച്ചാൽ അത് 80 കൂടുതലാണ്. എന്നാൽ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന സിഗ്നൽ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ഡെസിബിൾ എത്ര ഡെസിബിളിൽ കൂടിയാലാണ് ചെവിക്ക് വേദന അനുഭവപ്പെടുക എന്ന് ചോദിച്ചാൽ അത് 120 കൂടുതലാണ്. എന്നാൽ ചെവിക്ക് തകരാറ് സംഭവിക്കാൻ ചാൻസ് ഉള്ള ശബ്ദം എത്ര ഡെസിബിൾ കൂടുതലാണ് എന്ന് ചോദിച്ചാൽ അത് 80 ആണ്. അപ്പോൾ മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാൻ പറ്റുന്നത് ജെറ്റ് വിമാനങ്ങളുടെ ശബ്ദം എത്ര ഡെസിബിൾ ആണ് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ജെറ്റ് വിമാനങ്ങൾ ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടാകുമല്ലോ, അത് എത്ര ഡെസിബിൾ ആണെന്ന് ചോദിച്ചാൽ അത് 120 ഡെസിബിൾ ആണ്. ഓക്കെ, 120 ഡെസിബിൾ ആണ് എന്ത് ചെയ്യുന്നത് ജെറ്റ് വിമാനങ്ങളുടെ ശബ്ദം. ഓക്കെ അല്ലേ? ഇനി അടുത്ത നോക്കൂ. ശബ്ദത്തിന്റെ പ്രതിധ്വനി കേൾക്കാൻ പ്രതിഫലിപ്പിക്കുന്ന പ്രതലവും ശബ്ദത്തിന്റെ ഉറവിടവും തമ്മിൽ കുറഞ്ഞത് എത്ര മീറ്റർ ദൂരം ഉണ്ടാകണം? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം പറഞ്ഞതാണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്, സോറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് മൂലകത്തിലാണ് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്? ഏത് മൂലകത്തിലാണ് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്? ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി കാർബൺ, ഓപ്ഷൻ ഡി സൾഫർ. ഏത് മൂലകത്തിലാണ് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്? കാർബൺ. ഓപ്ഷൻ സി കാർബൺ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. അപ്പൊ കാർബൺ ആണ് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ള മൂലകം എന്നറിയപ്പെടുന്ന മൂലകം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള